IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഒടുവിൽ പോയ സുകാന്ത് സുരേഷ് ബന്ധുവീട്ടിൽ പരിശോധന നടത്താൻ സുരേഷിൻ്റെ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. മേഘയുടെയും സുകാന്തിൻ്റെയും ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കും. സുകാന്തിൻ്റെ വിവരങ്ങൾ തേടി തിരുവനന്തപുരം പേട്ട പോലീസ് IBയെ സമീപിച്ചു. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, എന്തായാലും അദ്ദേഹത്തിന് കുരുക്കായി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എത്രമാത്രം ഇദ്ദേഹം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നോ? നിലവിൽ ഈ സുകാന്തിന്റെ പേര് മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ളത്. ഈ മേഘയുടെ കുടുംബം ആരോപിക്കുന്നതും അത് തന്നെയാണ്. മിനിമം ഈ സുകാന്തിനെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കാനാകൂ. പക്ഷേ കേന്ദ്ര സർക്കാരിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനായ സുകാന്ത് ഒളിവിൽ പോയി എന്ന് പറയുമ്പോൾ അത് അതീവ ഗുരുതരമായ സംഭവമാണ്. അദ്ദേഹത്തിന് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പോലീസ് സംശയിക്കാൻ കാരണവും ഈ ഒളിവിൽ പോക്കാണ്. ഇനി അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ നിയമവുമായി നീതിന്യായ സംവിധാനവുമായി അദ്ദേഹത്തിന് സഹകരിക്കുകയാണ് അദ്ദേഹം വേണ്ടത്. കാരണം അത്രയധികം രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അത്രയധികം പ്രിവിലേജ്ഡ് ആയ ഒരു ഓർഗനൈസേഷനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കടുപ്പിക്കുകയാണ്. ഒളിവിൽ പോയ സുകാന്തിന്റെ ബന്ധുവീടുകളിൽ പരിശോധന നടത്താൻ ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നുണ്ട്. മേഘയുടെയും സുകാന്തിൻ്റെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചു. കാരണം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, എത്രത്തോളം പണം വാങ്ങി എന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണിത്. സുകാന്തിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോൾ. പക്ഷേ അദ്ദേഹം IB ഉദ്യോഗസ്ഥനാണ്. അതിലൊക്കെ തന്നെ എങ്ങനെ മറഞ്ഞിരിക്കാം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഉദ്യോഗസ്ഥൻ്റെ വിവരങ്ങൾക്കായി തിരുവനന്തപുരം പേട്ട പോലീസ് ഇൻ്റലിജൻസ് ബ്യൂറോയെ സമീപിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി, മേഘയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയോടുകൂടി എത്തിച്ചേരും. ഈ അന്വേഷണവുമായി സഹകരിക്കുന്നതിന് വേണ്ടിയാണ് അവരെത്തുന്നത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാനുണ്ട്.